കെ.സി. വേണുഗോപാലിന്റെ സംഘപരിവാർ അനുകൂല ട്രബിൾ ഷൂട്ടിന്റെ ചില അണിയറ രഹസ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. കോൺഗ്രസ് സൈബർ ഹാൻഡിലുകളിലും ഒപ്പം കോൺഗ്രസുകാർ തന്നെ പങ്കുവെച്ചു തന്ന ഒരു കാർഡ് നിങ്ങളെ കാണിക്കാം. എന്താണ് ഇപ്പോഴത്തെ ഡീലിലുള്ള ആധാരം എന്നുള്ള കാര്യം. ഒരു CBI കേസിൽ നിന്ന് ഈ അടുത്ത കാലത്ത് വേണുഗോപാലിനെ ഊരി വിട്ടിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് സോളാർ കേസിലെ സരിത ഓർമ്മയുണ്ടല്ലോ. അർദ്ധരാത്രി കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ വേണ്ടി ആയിരക്കണക്കിന് കോളുകൾ സരിതയെ വിളിച്ചത് തെളിവടക്കം പിടിച്ചതാണ്. അതിനെ തുടർന്നുണ്ടായ വിവാദവും അവർ ഉയർത്തിയ പരാതിയിലും സംസ്ഥാന സർക്കാർ CBI അന്വേഷണത്തിന് ഇരയുടെ പരാതി അടിസ്ഥാനപ്പെടുത്തി ആ കേസ് വിട്ടു. എന്നിട്ട് ആ കേസ് എന്തുകൊണ്ട് തുടച്ചു മാച്ച് കളഞ്ഞു എന്ന് നിങ്ങൾക്കറിയോ? അവിടെയാണ് കെ.സി. വേണുഗോപാലിന്റെ RSS ട്രബിൾ ഷൂട്ടിംഗ് ആരംഭിക്കുന്നത്. തന്റെ ഒരു ട്രബിൾ RSSകാർ ഷൂട്ട് ചെയ്ത് മാറ്റി തന്നു. കാര്യം, സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിതാ നായരുടെ ഫോണിലേക്ക് കെ.സി. വേണുഗോപാൽ വിളിച്ചതിന്റെ ഫോൺ രേഖകൾ പുറത്തു വന്നതാണ്. അവർ തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്ന് സരിതയും പറഞ്ഞതാണ്. ഇന്നലകളിൽ പുണ്യാളച്ചൻ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ CPM-കാരല്ലല്ലോ സരിതയെ ഓഫീസുകളിൽ കയറ്റി ഇറക്കിയതും രാജ്കി രാമാനം അവരുടെ ഫോണുകളിലേക്ക് വിളിച്ച് കെ മുരളീധരൻ പറഞ്ഞതുപോലെ കോൺഗ്രസിന്റെ ഭരണഘടന പഠിപ്പിക്കാൻ ഏതെങ്കിലും CPM നേതാക്കന്മാർ ഉപദേശിച്ചിട്ടല്ലല്ലോ. രാത്രിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാണ്ടി രോഗം തീവ്രമാകുമ്പോൾ സ്വാഭാവികമായിട്ട് കയ്യിൽ കിട്ടുന്നവരെ വിളിച്ച് പ്രത്യേക ഭരണഘടനാ ക്ലാസ് എടുത്തതിന്റെ ഭാഗമാണ് അന്ന് ആ തെളിവുകൾ പുറത്തു വന്നത്. അതിൽ CBI അന്വേഷണം വന്നപ്പോൾ എത്ര വിദഗ്ധമായിട്ടാണ് ആ പരാതിയിൽ കഴമ്പില്ല എന്ന് CBI കണ്ടെത്തിയത്. ആ കണ്ടെത്തിയതിന്റെ ഉപകാര സ്മരണകളാണ് അതിനുശേഷം നടന്ന സകലമാന സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും ട്രബിൾ ഷൂട്ടിന് പോയിട്ടുള്ള കെ.സി. വേണുഗോപാൽ താലത്തിൽ വെച്ച് ആ സംസ്ഥാനങ്ങൾ സംഘപരിവാറിന്റെ ശാഖയിൽ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കുന്ന കാഴ്ച നിങ്ങൾ നിരന്തരം കാണുന്നത്. എന്തായാലും കോൺഗ്രസുകാർ പ്രചരിപ്പിക്കുന്ന ഒരു കാർഡുണ്ട്. അതിലെ ക്യാപ്ഷൻ ഒന്ന് വായിച്ചു നോക്കിയേ. കഴിഞ്ഞ ദിവസം ബീഹാർ റിസൾട്ട് വന്നതിന് ശേഷമാണ് ഈ കാർഡ് പ്രചരിക്കുന്നത്. കോൺഗ്രസ് പാർട്ടിയെ BJPക്ക് ഒറ്റുകൊടുത്തവൻ വേണുഗോപാൽ. സരിതയെ പീഡിപ്പിച്ച കേസിൽ CBIയുടെ അറസ്റ്റിൽ രക്ഷപ്പെടുവാൻ BJPയുമായി രഹസ്യ ധാരണയുണ്ടാക്കി കോൺഗ്രസ് പാർട്ടിയെ നശിപ്പിക്കുന്ന കെ.സി. വേണുഗോപാലിന്റെ മറ്റൊരു ചതിയാണ് ഇന്ന് ബീഹാർ തെരഞ്ഞെടുപ്പിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. കണ്ടല്ലോ, ഇത് ഇറക്കിയിരിക്കുന്നതും ഇത് പ്രചരിപ്പിക്കുന്നതും നിലവിൽ കോൺഗ്രസുകാരാണ്. ഒപ്പം തന്നെ മറ്റൊരു കാർഡ് കൂടിയുണ്ട്. ദേ നോക്കിയേ, ബീഹാർ ഇലക്ഷൻ റിസൾട്ട് നൽകുന്ന ഉറപ്പുള്ള തെളിവ്. സരിത കേസിൽ CBI അറസ്റ്റ് ഭയന്ന് മോദി അമിത്ഷാ ടീമിന്റെ നിർദ്ദേശാനുസരണം കോൺഗ്രസിനെ തോൽപ്പിക്കാൻ പ്രവർത്തിക്കുകയാണ് കെ.സി. വേണുഗോപാൽ. അപ്പോ സംഘിച്ചാരനാണ് എന്ന് ആര് പറയുന്നു? കോൺഗ്രസുകാർ തന്നെ പറയുന്നു. അതായത് രാജ്യങ്ങൾക്കിടയിൽ പോലും സ്പൈ വർക്കിന് വേണ്ടി അല്ലെങ്കിൽ ചാരപ്രവർത്തിക്ക് വേണ്ടി ചില ചാവേറുകളെ അങ്ങോട്ടും ഇങ്ങോട്ടും അയക്കും. അവർ ചെന്ന് എവിടെയാണ് ആദ്യം നുഴഞ്ഞു കയറുന്നത്? നേരെ സൈന്യത്തിനകത്തേക്കാണ്. അതുപോലെ കോൺഗ്രസിനെ തകർക്കാൻ വേണ്ടി ഈ സംഘപരിവാർ ചാരൻ നേരെ ഗാന്ധി കുടുംബത്തിലേക്ക് നുഴഞ്ഞു കയറി. അതിനകത്ത് നടക്കുന്ന മുഴുവൻ ചർച്ചകളും BJPക്ക് ചോർത്തിക്കൊടുത്ത് കോൺഗ്രസിന്റെ പ്ലാനുകൾ അപ്പാടെ തകർക്കുന്ന ആ ചാരനെ കോൺഗ്രസ്സുകാർ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അല്ലാതെ ട്രബിൾ ഷൂട്ടിങ്ങിന് പോയി കേരളത്തിൽ ഒരൊറ്റ സംസ്ഥാനം കോൺഗ്രസിനൊപ്പം നിർത്താത്ത എല്ലാ സംഘപരിവാറിന് കൊണ്ടുചെന്ന് എത്തിച്ചു കൊടുത്ത ആ മികവ് കണ്ടിട്ടും എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് ഇയാളെ ഒഴിവാക്കാൻ പറ്റുന്നില്ല എന്ന ചോദ്യത്തിന്റെ അടുത്താണ് മറ്റു ചില സംശയങ്ങൾ കൂടി ഉണ്ടാകുന്നത്. ഇനിയിപ്പോ രാഹുൽ ഗാന്ധിയെയും ഏതെങ്കിലും ട്രബിൾ ഷൂട്ടിൽ പെടുത്തിയിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചൊക്കെ വിവരങ്ങൾ പുറത്തു വരേണ്ടിയിരിക്കുന്നു. അല്ലാതെ കൂടെ നിന്ന് കാല് വാരുന്നവനാണെന്ന് ഉദാഹരണങ്ങൾ സഹിതം തെളിഞ്ഞ പല സംഭവങ്ങളും ഉണ്ടായിട്ട് ആ കുശിനിക്കാരനെ അടിച്ച് പുറത്താക്കാത്തതിന്റെ രഹസ്യം എന്താണെന്ന് നാട് കൂടി അറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും സോളാർ കേസുമായി ബന്ധപ്പെട്ട് സരിത കേസിൽ CBI അന്വേഷണത്തിൽ നിന്ന് എങ്ങനെയാണ് സംഘി വേണുഗോപാൽ രക്ഷപ്പെട്ടു എന്നതിന്റെ തെളിവുകളാണ് രാജ്യത്താകമാനം നടക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ ജനങ്ങളുടെ മാൻഡേറ്റിനപ്പുറം പല സംസ്ഥാനങ്ങളിലും ട്രബിൾ ഷൂട്ടിലൂടെ BJPക്ക് വല്ലാത്ത വിജയം സമ്മാനിക്കുന്നതിന് പിന്നിലെ ആ തലച്ചോർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് കെ.സി. വേണുഗോപാലാണെന്ന് കോൺഗ്രസുകാർ തന്നെ പറയുന്നു. അവർ പ്രചരിപ്പിക്കുന്നു എന്നതിന്റെ തെളിവാണ് നിങ്ങൾ കണ്ടത്.